ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡും ലാംബ് ചോപ്സുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി, ലെറ്റ്യൂസ്, കുക്കുംബർ, സവാള, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എന്നിവയാണ്. അപ്പോൾ ഈ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന എന്ത് വെജിറ്റബിൾസും ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ 5 പേരുണ്ട്. പിന്നെ വൈകുന്നേരം ഡിന്നർ ഞങ്ങൾ അധികവും സാലഡാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിരിക്കുന്നത്. സാലഡ് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കാം ആദ്യം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 അല്ലി വെളുത്തുള്ളി. അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് വേരി ചെയ്യും കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഹണി. അപ്പോൾ ഈ ഹണിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. പിന്നെ ഒരു വലിയ നാരങ്ങ, അര നാരങ്ങയുടെ ജ്യൂസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ ഒലിവ് ഓയിൽ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അരച്ച വെളുത്തുള്ളി ആയിട്ട് ഇരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം ഒരു കുപ്പിയിലിട്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. ഇങ്ങനെ മിക്സിയുടെ ജാറൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇച്ചിരി മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം ഉള്ള ഒരു ടേസ്റ്റി സാലഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായി ഉപയോഗിക്കുന്നത് ലാംബ് ചോപ്സ് ആണ്. ലാംബ് ചോപ്സ് ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഉപ്പ്, നാരങ്ങാനീര്, കുരുമുളക് പൊടി, റോസ്മേരിയുടെ ലീവ്സ് ഇത്രയിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു 6 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് മൂത്തയാൾ വന്ന് ചോദിക്കും, അമ്മ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന്. അപ്പോൾ വെറുതെ അവനെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്ത് ഞാൻ അവന് വെളുത്തുള്ളി ചതയ്ക്കാൻ കൊടുത്തതാണ്. ലാംബ് ചോപ്സ് ഒരു സൈഡ് 3 മിനിറ്റാണ് വെക്കുന്നത് എങ്കിൽ വെളുത്തുള്ളി ഞാനതൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറയ്ക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വെളുത്തുള്ളി അങ്ങ് കരിഞ്ഞു പോകും. ഈ പാത്രത്തിൽ കാണുന്ന ഓയിൽ ഇതിൽ നിന്ന് ഇറങ്ങിയ നെയ്യാണ്. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ലാംബ് ചോപ്സ് കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ലാംബ് ചോപ്സ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൻ ചതച്ച വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ ലാംബ് ചോപ്സ് റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശ കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നേരത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഇത് ഫുൾ തവിടിൻ്റെ ഗോതമ്പ് പൊടി നമുക്ക് ഖത്തറിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ചപ്പാത്തി പോലെ തന്നെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്തയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച്.